ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഇഡലി വെച്ച് ഒരു ചെറിയൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ലേശം എണ്ണ, അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു ചൂടാക്കി അതിലേക്ക് 2 ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ട, ബേ ലീഫ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ആ ഒരു പച്ചമ മാറില്ല അന്ന് അങ്ങനെ നാക്കിയെടുക്കാം. അതിലേക്ക് ഒരു നല്ല വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പിടണം. പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ കയ്യിൽ ഇഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ടു. ജസ്റ്റ് ഇതൊന്ന് കുക്കായാൽ മതി, വെന്തുടയേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കാവും. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ചേർത്തു. ഈ ക്യാരറ്റും വെന്തുടയേണ്ട കാര്യമില്ല, ഇതും ഒന്ന് കുക്കായാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ചെറിയ തീയിൽ കുക്കായി ഇട്ടിട്ട് ആ സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് 3 മുട്ടയാണ് എടുത്തിരുന്നത്. ആ 3 മുട്ട നന്നായിട്ട് ലേശം ഉപ്പും അതേപോലെ ഞാനിതിനകത്ത് എന്താ പറയുക, കുരുമുളകിൻ്റെ പൊടി അതാണ് ഞാൻ ചേർത്തത്. അപ്പം അതുകൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു 2-3 മിനിറ്റ്സ് ഞാനൊന്ന് ചെറിയ തീയിലിട്ടുകൊണ്ട് സ്ലിമിട്ടുകൊണ്ട് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തു. അപ്പോൾ കണ്ടോ അടിയിൽ നിന്നൊക്കെ നമുക്ക് വെന്ത് കിട്ടി. അപ്പോൾ ഞാനെന്ത് ചെയ്തു, നല്ലതുപോലെ അത് ചിക്കി തോർത്തിയെടുത്തു. നമ്മൾ ഭുജിയൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ. നമുക്കിതിലൂടെ ക്യാരറ്റിന് മാത്രമല്ല, നമുക്ക് എന്ത് വിടാം കേട്ടോ. ക്യാപ്സിക്കം ഇടാം, ഗ്രീൻ പീസ്, അതുപോലെ പിന്നെ പയർ, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. അതുപോലെ മസാലകൾ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതൊന്നും ഞാൻ ചേർത്തില്ല, കാരണം എൻ്റെ മോളും കൂടി കഴിക്കുന്നതായതുകൊണ്ട് ഒരുപാട് മസാല ഞാൻ ചേർത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊന്ന് കുക്കായി വന്നപ്പോഴത്തേക്കിന് ഞാൻ എന്ത് ചെയ്തു, പൊടിച്ച് വെച്ചിരിക്കുക നമ്മുടെ ഇഡലിയും കൂടി ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒരു സ്ലോ കുക്കിൽ ഞാൻ കുക്ക് ചെയ്തെടുത്തു. നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം, ഇളക്കി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് ഒരു 3 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. ഒന്നും അടി പിടിക്കില്ല, കുഴയില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്ക്. കൃത്യമായിട്ട് ഞാൻ പറയും, നല്ല ടേസ്റ്റുമായിരിക്കും, എല്ലാമാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി വന്നു, കാരണം ഉപ്പ് കുറവായിരുന്നു ഞാൻ ഇട്ടത്. നല്ലതാണ് കേട്ടോ, കാണാനുള്ള ഭംഗിയല്ല, അത്ര തന്നെ ടേസ്റ്റ് ഉണ്ട്. എൻ്റെ 2 കുട്ടികൾക്ക്, എൻ്റെ പൊടിമോക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട്. അവർ നന്നായിട്ട് കഴിച്ചു. അത് ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നല്ല കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും കാണാം.